നേടിയെടുക്കുക എന്ന ഒരുപാട് ഹലാലായ മുറാദുകളുണ്ട്. അതൊക്കെയും അല്ലാഹു നമുക്കും നമ്മുടെ അഹ്ലുകാർക്കും ഹാസിലാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മക്കളില്ലാതെ വിഷമിക്കുന്ന നമ്മുടെ അഹ്ലുകാർ, അവർക്ക് ഹൈറായ മക്കളെ അല്ലാഹു പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. ഹൈറായ മക്കളെ നൽകണേ അല്ലാഹ്, ഹൈറായ മക്കളെ നൽകണേ റഹ്മാനേ. കടലിലും കരയിലും ജോലി ചെയ്യുന്ന എല്ലാവരും ജോലികളിലും ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ. ചെറുതും വലുതുമായ കച്ചവടക്കാരൻ എല്ലാവരും കച്ചവടങ്ങളിലും അല്ലാഹുവേ ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ. അതുപോലെ കടലിൽ തൊഴിലെടുത്ത് ഉപജീവനമാക്കി നടത്തുന്നവരൊക്കെ എല്ലാവരുടെ ജോലികളിലും അല്ലാഹുവേ ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ. ചെറുതും വലുതുമായി സ്വദേശത്തും വിദേശത്തും കച്ചവടം ചെയ്യുന്ന ഒരുപാട് നമുക്കുണ്ട്. അവരെ കച്ചവടങ്ങളിലൊക്കെയുള്ള എല്ലാ പ്രതിസന്ധികളും നീക്കിത്തരണേ റഹ്മാനേ. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ മഹറമാക്കരുതേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ മജ്‌ലിസാക്കരുതേ റഹ്മാനേ. ആഫിയത്തോടുകൂടിയുള്ള പ്രധാനം ചെയ്തു തരണേ റഹ്മാനേ. സ്വദേശത്തു നിന്നും വിദേശത്തു നിന്ന് ഈ മജ്‌ലിസിന്റെ ദുആ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരുടെ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. ഓരോരുത്തരും ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പലവിധ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഈ മജ്‌ലിസിലുണ്ട്. ശരീരത്തിലും പ്രഷറുകൾ കൂടി ഡോക്ടർമാരെ നോക്കിയതിന് കാരണമൊന്നുമില്ല. മെഡിസിൻ കൊടുത്തതിന് മാറ്റമില്ല. പ്രഷറുകൾ കൂടിക്കൊണ്ടിരിക്കുക. കാരണം എന്താണ്? ഒമ്പിച്ച സിഗർ കാരണം കൊണ്ട് പ്രഷർ കൂടിക്കൊണ്ടിരിക്കുന്ന അല്ലാഹുവേ, ആ തരത്തിലുള്ള ഒരു രോഗങ്ങളും ഞങ്ങളൊരാളെയും ഞങ്ങളെ പൊന്ന മക്കളെയും പരീക്ഷിക്കരുതേ റഹ്മാനേ. അതുപോലെ തന്നെ ഷുഗർ ഡോക്ടർമാര് മരുന്ന് കൊടുത്തിട്ടൊന്നും മാർക്കില്ല, നോക്കിയിട്ടൊന്നും കാണാനില്ല. ഷുഗർ രക്തത്തിൽ നോക്കുമ്പോൾ കാണാനില്ല, പക്ഷെ മൂത്രത്തിൽ നോക്കുമ്പോണ്ട്. ചിലർക്ക് മൂത്രത്തിലില്ല, രക്തത്തിലുണ്ട്. ഡോക്ടർമാര് അടിയുന്ന ചികിത്സകളൊക്കെ നടത്തി എന്താ ചെയ്യാൻ? നമ്മൾ നോട്ടം എങ്ങനെയാണ്? അപ്പോ അവരുടെ അമല് ചെയ്ത് നോക്കുമ്പോൾ നല്ല സമാധാനമാണ്. അപ്പൊ എന്താണ്? സിഗർ കൊണ്ടും ഷെറ് കൊണ്ടും വന്നതാണ്. അങ്ങനെ മാരകമായ സിഗറുകൾ കൊണ്ട്, അതുപോലെ തന്നെ മറ്റ് ഷെറുകൾ കൊണ്ട് വന്ന എല്ലാ വിധത്തിലുള്ള ഷുഗറും പ്രഷറും ശിഫയാക്കി തരണേ അല്ലാഹ്, ശിഫയാക്കി തരണേ റഹ്മാനേ. അപ്പൊ അതുപോലെ ഒരുപാട് കുടുംബത്തിന് വിഷമം കൊണ്ട് കഷ്ടപ്പെടുന്നവർ ധാരാളം എനിക്കറിയാം. ഇവിടെ വന്ന് ഓരോരോ കുടുംബത്തിലും ഓരോരോ വിഷമം കൊണ്ട് കഷ്ടപ്പെടുന്നവർ അല്ലാഹു സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു എല്ലാവരും അനുഭവിക്കുന്ന വിഷമങ്ങൾ നീക്കിത്തരുമാറാകട്ടെ. സ്വന്തം ഒരു വീട്ടിൽ സുജൂദ് ചെയ്യുവാൻ, റബ്ബിനെ 5 വക്ത് നമസ്കരിക്കാൻ സ്വന്തമായി ഒരു ഭവനം വേണമെന്ന് വേദനയോടുകൂടി ദുആ ചെയ്തവരുണ്ട്. മജ്‌ലിസിന്റെ ഫളയോട് റഹ്മാനായ റബ്ബേ, അത്ഭുതകരമായി ഖുദ്റത്തായി ഖൈറായ വീടുകൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. അപ്പൊ വീടില്ല, കടം കൊണ്ട് വലഞ്ഞ് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കടങ്ങളിൽ നിന്നും അല്ലാഹുവേ സലാമത്ത് തരണേ റഹ്മാനേ. എല്ലാ കടങ്ങളും വിടാനുള്ള വഴികൾ തുറന്നു തരണേ റഹ്മാനേ. ചെറുതും വലുതുമായ കച്ചവടക്കാർ എല്ലാവരും കച്ചവടങ്ങളിലും ബർക്കത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനേ. മക്കൾക്കൊരു വിവാഹ കാര്യം വളരെയധികം വിഷമിക്കുന്നവരും ഹൈറായ വിവാഹ കാര്യങ്ങൾ എളുപ്പമാക്കി തരണേ റഹ്മാനേ. നിശ്ചയിച്ച വിവാഹങ്ങൾ യാതൊരു ബുദ്ധിമുട്ടുകളോടാതെ നടത്താനുള്ള എല്ലാ കഴിവിനെ പ്രദാനം ചെയ്യണേ റഹ്മാനേ. ഇപ്പോഴും സദസ്സിൽ വരാൻ ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് മഴ കാരണമുണ്ടും റോഡ് ബ്ലോക്കായതുകൊണ്ട് എത്താൻ കഴിയാത്ത തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ മുതൽ തുടങ്ങി കാസർഗോഡ് ഭാഗത്ത് നിന്ന് വരെ ഒരുപാട് ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ദുആയിൽ ഉൾപ്പെടുന്നതുപോലെ വയനാട്, ബത്തേരി, സുൽത്താൻ ബത്തേരി തുടങ്ങി കൂടല്ലൂർ, തമിഴ്നാടിലെ ചില ഭാഗങ്ങൾ അവിടെ നിന്ന് വന്ന് പുറപ്പെട്ടവരും വഴിയിൽ വെച്ച് മടങ്ങുകയാണ്. ഒരു കാര്യം ഉരുൾപൊട്ടൽ കൊണ്ട് ചുരത്തിൽ ഉരുൾപൊട്ടിയത് കൊണ്ട് ഞാൻ എത്താൻ കഴിയില്ല, ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. വന്നവർക്കൊക്കെ ആ ഉദ്ദേശിച്ച്
മനസ്സുകൊണ്ട് പുറപ്പെട്ട എല്ലാവർക്കും ഈ സദസ്സിൽ വന്ന് പങ്കെടുത്ത കൂലി തന്നെ നൽകണേ റഹ്മാനെ. മക്കൾക്കും പേരക്കുട്ടികൾക്കും അപസ്മാരമായ പൈശാചിക രോഗങ്ങളും തുടങ്ങി പല വിധത്തിലുള്ള ഷറുകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ സലാമത്ത് നൽകണേ റഹ്മാനെ. സ്വദേശത്തും വിദേശത്തും കച്ചവടക്കാർ, പലവിധ കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നവർ, കച്ചവട സംബന്ധമായി വന്നുപെട്ട വിഷമങ്ങളും സിഹറുകളും ഷറുകളും ബാധിച്ച ഒരുപാട് പേരുകൾ, ആ അത്തരത്തിലുള്ള വിഷമങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ അല്ലാഹുവേ, ആ കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾക്ക് സലാമത്തിന്റെ വഴികൾ തുറന്നു തരണേ റഹ്മാനേ. തൻ്റെ മുതലുകളൊക്കെ ഹക്കായ മുതലുകൾ മറ്റുള്ളവരെ ഒരു വിഭാഗം തട്ടിപ്പറിച്ചെടുത്ത് മറ്റുള്ളവരെ വഴിയാധാരമാക്കി വഴിയിലേക്ക് തിരിച്ചുവിട്ട് വളരെയധികം വിഷമിക്കുന്ന എല്ലാവർക്കും സലാമത്ത് ചെയ്യണേ റഹ്മാനേ. അവരെ ഹക്കായ മതിലുകൾ നമ്മുടെ അധികാരത്തിലേക്ക് തിരിച്ചു കിട്ടി അവർക്കൊരു ഹൈറായ വഴികൾ തുറന്നു തരണേ റഹ്മാനേ. അങ്ങനെ വീടിൻ്റെ കാര്യത്തിൽ, കച്ചവടത്തിൻ്റെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ മക്കളുടെ കാര്യത്തിൽ, പഠിക്കാൻ വേണ്ടി, ഓർമ്മശക്തി, ബുദ്ധിശക്തിക്ക് വേണ്ടി അടക്കം ദുആ കൊണ്ട് വസിയത്ത് എല്ലാവരും ആ മക്കളെ വിവാഹ കാര്യങ്ങൾ എളുപ്പമായി, മക്കളെ പഠന കാര്യങ്ങൾ എളുപ്പമായി, മക്കളുടെ ജീവിത കാര്യത്തിലൊക്കെ ഖൈറും ബർക്കത്തും പ്രധാനം ചെയ്തു തരണേ റഹ്മാനേ. അപ്പം അങ്ങനെ പലരും ദുആ കൊണ്ട് വസിയത്ത് അഭിമന്യനായ ശൈഖുൽ ജാമിഅ ബഹുമാനപ്പെട്ട ആലിക്കുൽ ഉസ്താദ്, ബഹുമാനപ്പെട്ടവർ ശാരീരികമായ ക്ഷീണമുള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് എത്താത്തത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം, സദസ്സിൽ എനിക്കും ദുആ ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ടവർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ ദീർഘായുസ്സോടുകൂടിയുള്ള ആഫിയത്ത് പ്രദാനം ചെയ്തു കൊടുക്കണേ റഹ്മാനേ. എന്നും നമ്മളെ വിളിക്കും ഉത്തരം നൽകി ഇവിടെ എത്തുന്നവരാണ്. ശാരീരികമായ ക്ഷീണമുള്ളത് കൊണ്ടാണ് വരാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടിയും ദുആ ചെയ്യുന്നു. സ്വദേശത്തും വിദേശത്തും കുടുംബ ബന്ധങ്ങൾ തന്നെ തകർന്നുകൊണ്ടിരിക്കണം. സിഹറ് കൊണ്ട് പലതരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും സിഹറ് വ്യാപിച്ചുകൊണ്ട് വളരെയധികം കഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കും അല്ലാഹുവേ അങ്ങനെ വിഷമം അനുഭവിക്കുന്ന എല്ലാവർക്കും സലാമത്ത് നൽകണേ റഹ്മാനേ, സലാമത്ത് നൽകണേ റഹ്മാനേ, സലാമത്ത് നൽകണേ റഹ്മാനേ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരുപാട് മുറാദുകൾ ഈ മഹനീയ ദുആ കൊണ്ട് വസിയത്ത്. അതുപോലെ തന്നെ എനിക്ക് മരിക്കുമ്പോൾ എൻ്റെ കൽബ് ശുദ്ധിയായിരിക്കണം, എനിക്ക് അല്ലാഹു ബഹുമാനിച്ച മഹാന്മാരെ പൊരുത്തപ്പെട്ടിട്ടും എന്ന നിയ്യത്തോടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും ഈ മജ്‌ലിസിലുണ്ട്. മരിക്കുമ്പോൾ ഈമാൻ കിട്ടിയിട്ടല്ലാതെ മരിക്കരുത് എന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അൽഹംദുലില്ലാഹ്. അതുപോലെ എന്നും ഇവിടുത്തെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞവർ, അങ്ങനെ വിഷമിക്കുന്ന രോഗം കൊണ്ട് വിഷമിക്കുന്ന എല്ലാവർക്കും അല്ലാഹുവേ സലാമത്ത് നൽകണേ റഹ്മാനേ, സലാമത്ത് നൽകണേ റഹ്മാനേ. അങ്ങനെ നമ്മുടെ മുഹറബിയമായ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ പോകുന്നു. നല്ല ഇഖ്ലാസോടുകൂടി ഇരിക്കുന്നവർ ഇങ്ങനെ ചാരി ഇല്ലാതെ മുമ്പോട്ടിരിക്കുക. ചെരുപ്പ് വന്ന് അയച്ച് ചെരുപ്പ് വന്ന് കാല ചെരുപ്പിൻ്റെ മുകളിൽ ദുആ ചെയ്യുമ്പോൾ യാതാവുകളൊക്കെ ബഹുമാനിച്ചുകൊണ്ട് ചാരി ഇരിക്കാൻ വേഗം ഉറക്കം വരും. ചാരി ഇരുന്നുകൊണ്ട് ദുആ ചെയ്യാൻ പാടില്ല, ആമീൻ പറയാൻ പാടില്ല. അപ്പം അതുകൊണ്ട് നല്ല ഇഖ്ലാസോടുകൂടി തന്നെ നിങ്ങളെല്ലാം ഒരു 17 പാർട്ടി എല്ലാവരും ഒരു നമ്മുടെ ഈ പറയപ്പെട്ട മുഹറം 1 മുതൽ നമ്മുടെ അധികാരി വിശുദ്ധ ഖുർആൻ ബാക്കിയുള്ളവരൊക്കെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒക്കെയും കബൂലാക്കി നമുക്ക് നമ്മുടെ അധികാരത്തിൽ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ ഖൈറിന് വേണ്ടി ദുആ ചെയ്യാം. ഇലാഹുൽ നബി മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക
نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا الله الملك الحق المبين. لا إله إلا الله الملك الحق المبين. لا إله إلا الله الملك الحق المبين. محمد رسول الله الصادق الوعد الأمين. محمد رسول الله صادق 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 الوعد الأمين. يا حي يا قيوم. 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 لا حول ولا قوة إلا بالله العلي العظيم. 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 اللهم صل وسلم وبارك على سيدنا وحبيبنا محمد وعلى آله وصحبه أجمعين. اللهم صل وسلم وبارك على سيدنا وحبيبنا محمد وعلى آله وصحبه أجمعين. اللهم صل وسلم وبارك على سيدنا وحبيبنا محمد وعلى آله وصحبه أجمعين. سلام قولا من رب الرحيم. 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 അല്ലാഹുവേ, കഅബ ഷരീഫിന്റെ വാതിലിൽ, റൗള ഷരീഫിന്റെ വാതിലുകളിൽ എഴുതപ്പെട്ട ഞങ്ങൾ ചൊല്ലിയ ദിക്റിനെ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ റഹ്മാനേ. കബൂലാക്കണേ റഹ്മാനേ. ബഹുമാനപ്പെട്ട ഇതുപോലെയുള്ള മുഹറമിൽ യൂനുസ് നബി അലൈഹിസ്സലാം തങ്ങളെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയ ദിക്റ് ഈ സദസ്സിൽ ചൊല്ലിയത് ഞങ്ങൾക്ക് സലാമത്തിന് വേണ്ടിയാണ്. കബൂലാക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ അകപ്പെട്ടപ്പോൾ ചൊല്ലിയ ദിക്റ് ഞങ്ങൾ ഈ സദസ്സിൽ ചൊല്ലിയതാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് വരാനിരിക്കുന്ന ആപത്തുകൾ ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ ഫضل കൊണ്ട് എനിക്ക് സലാമത്ത് തരണേ റഹ്മാനേ. അതുപോലെ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും ഓതുന്ന ശറഫാക്കപ്പെട്ട സ്വലാത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയ ഹബീബിലേക്ക് ചൊല്ലിയത് കബൂലാക്കണേ റഹ്മാനേ. അങ്ങനെ ഞങ്ങൾ ചൊല്ലിയത് ഒരുപാട് അമ്പിയാക്കൾ ഉയർത്തിപ്പിടിച്ച ലക്ഷക്കണക്കിന് ദിക്റുകൾ ചൊല്ലിയ ഈ സദസ്സിനെ കബൂലാക്കണേ റഹ്മാനേ. കബൂലാക്കണേ റഹ്മാനേ. കബൂലാക്കണേ റഹ്മാനേ. ഒരുപാട്
അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ മജ്‌ലിസിന്റെ കൂടെയുള്ള ഒരുപാട് നമ്മുടെ മജ്‌ലിസിൽ ഇങ്ങനെ ഒരു ഉപദേശം എന്ന് പറയുമ്പോൾ എല്ലാ ജോലിയും മാറ്റി വെച്ച് ഇവിടെ വന്നിട്ടുള്ളവർ അർഹമായ ഗുണങ്ങൾ ഇരു ലോകത്തും നൽകണേ അല്ലാഹ്. പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ലോകത്ത് ആരുമില്ല. സാധുക്കളെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ, വെളുത്തവനെന്നോ കറുത്തവനെന്നോ വ്യത്യാസമില്ലാതെ, അറബിയെന്നോ അനർബിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അല്ലാഹു നമുക്ക് നൽകിയ ആ പ്രതിസന്ധികളൊക്കെയും നമ്മൾ ഉയർത്തിയ ശറഫാക്കപ്പെട്ട ദിക്റിന്റെയും സ്വലാത്തിനെയും മഹാന്മാരെ ഉയർത്തിപ്പിടിച്ച ദിക്റിന്റെയും ഫളല് കൊണ്ട് സലാമത്ത് നൽകണേ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അധികാരികൾ ഇനിയും നമുക്ക് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് രക്ഷകരിക്കാൻ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. മഹാന്മാരത് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് ചെയ്യണം. മറന്നു പോകാതെ നമ്മുടെ ഈ ശബ്ദത്തിന്റെ കൂടെയുള്ളവരെല്ലാം ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരു 200 സ്വലാത്തെങ്കിലും ദിവസം രാവിലെ വൈകുന്നേരത്തിൽ കിടക്കുന്നതിനുള്ളിൽ എല്ലാവരും ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബീഉൽ അവ്വൽ ആകുമ്പോഴേക്കും നാളെ തന്നെ എല്ലാവരും ഓതി തുടങ്ങണം. സഹോദരിമാർ ഹൈദ്, നിഫാസ് തുടങ്ങിയ സന്ദർഭങ്ങളിൽ അടക്കം ചെല്ലാൻ പറ്റുന്ന സ്വലാത്ത് അതെല്ലാവരും മറന്നു പോകാതെ നിങ്ങളെല്ലാവരും അത് ഏറ്റെടുത്ത് ഒരു 20 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് നാളെ മുതൽ ഇന്ന് മുതൽ കിടക്കുന്നതിന് മുമ്പ് അത് ഓതാം. അതുകൊണ്ട് ഒരുപാട് ഫളായിലുണ്ട്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല, ഒരുപാട് പറയാനുള്ള സമയം പോയി. നമുക്ക് അള്ളാഹുവിനെ എങ്ങനെ വിജയിക്കണം അതിന് വേണ്ടിയിട്ടാണ് പറയാം. വളരെ ഈമാൻ പറഞ്ഞ കാര്യം നമ്മുടെ ഈമാൻ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി. അപ്പൊ അത് നിങ്ങൾ ചെയ്യൂലേ? മറന്നു പോകെ ചായ കുടിക്കുന്നുണ്ടെങ്കിൽ, ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ, ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇതും കൂടി നമ്മൾക്ക് ചെറിയ ഉപദേശമാണ്. സംസ്കാരങ്ങൾ പറയുക ഒരു 3 ഫാത്തിഹ നമ്മുടെ ബഹുമാനപ്പെട്ടവരെ ലിവാഉൽ ഹംദത്തെ കൊടിയുമായി ഹബീബായ റസൂലുള്ളാഹി ലിവാഉൽ ഹംദത്തെ കൊടിയുമായിട്ടാണ് ഇസ്ലാമിന്റെ 2ാമത്തെ സൂറത്ത് ഉദിക്കഴിഞ്ഞാൽ ലിവാഉൽ ഹംദത്തെ കൊടിയുമായി ജിബ്രീൽ അലൈഹിസ്സലാം വരും. എവിടെയാ വരിക? ഇപ്പോൾ മദീനത്തെ റൗള ശരീഫ് അന്ത്യവിഷമം കൊണ്ട് നമുക്ക് തങ്ങൾ അവർ ഇപ്പോൾ വിശ്രമിക്കുന്ന സ്ഥാനത്താണ്. ലോകം നശിച്ചു പോയിട്ടുണ്ടാവുമല്ലോ, അവിടെ കൂടെ ആ സമയത്ത് വന്ന ഹബീബായ റസൂലുള്ളാഹി സലാം പറഞ്ഞ ലിവാഉൽ ഹംദ കൊടിയുമായി നബിയെ എഴുന്നേറ്റ് കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ അമ്പിയാക്കളും സകല അല്ലാഹുവിന്റെ ആരിഫുകളും അവരെയും ഉയർത്തിപ്പിടിച്ച് കൊടിയുമായി ആ ലിവാഉൽ ഹംദ കൊടിക്ക് പിന്നാലെ മശായിഖന്മാരാകുന്ന അല്ലാഹുവിന്റെ ആരിഫുകൾ, അല്ലാഹുവിന്റെ ആരിഫുകൾ നമ്മുടെ മശായിഖന്മാർ, ആ ആരിഫുകൾ കൊടുത്തിട്ടുള്ള കൊടി ഓരോരുത്തരും നേതൃത്വം കൊടിയുമായിട്ട് അവരെ മുരീദന്മാരോട് ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ മുത്തുശൈഖുനാണ് ഞങ്ങളുടെ കൂടത്തിൽ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. അതിനു വേണ്ടിയാണ് ഈ ഒരു ഉപദേശം നിങ്ങൾക്ക് തരുന്നത്. അല്ലാഹുവിനെ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇത് നമ്മൾ ചെയ്യണം. മരണം വരെ ഇനിയുള്ള കാലം നമ്മളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അത് മറന്നു പോകാതെ ഒരു 200 സ്വലാത്ത് രാവിലെ 100, വൈകുന്നേരം ഒറ്റയ്ക്ക് ചെയ്താൽ മതി. ഞാൻ 100 പറഞ്ഞത്, 313 ചെല്ലാൻ കഴിയുന്നുണ്ടോ? അൽഹംദുലില്ലാഹ്. ഞാൻ 20 ഫാത്തിഹയാണോ 20 ഇഖ്ലാസ് പറഞ്ഞത്. നിങ്ങൾക്ക് 100 ഓതാൻ കഴിയുമോ? അൽഹംദുലില്ലാഹ്. അത് ഈ സദസ്സിൽ നിന്ന് നിങ്ങൾക്ക് തരാനുള്ള നിർദ്ദേശം വന്നതുകൊണ്ടാണ് പറയുന്നത്. അത് ഉഹ്റവിയായ വിജയത്തിന് വേണ്ടിയിട്ടാണ് പ്രദാനം ചെയ്തിരുമാറാകട്ടെ. ഞാൻ നിങ്ങളോടൊന്ന് ഉപദേശിച്ചു, നിങ്ങളെ സ്വീകരിച്ചോ? എല്ലാവരും ചൊല്ലിക്കോളൂ. മറന്നു പോകരുത്. സ്ത്രീകൾക്ക്
സ്വലാത്ത് ഏത് സമയത്ത് ചെല്ലുക, ഇഖ്ലാസ്, അതുപോലെ പറഞ്ഞ നമസ്കാരത്തിന്റെ പറഞ്ഞ 3 ഫാത്തിഹ അത് നിസ്കരിച്ച് മറന്നു പോവാതെ ഇരിക്കാൻ സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ശൈഖുനാ റളിയല്ലാഹു നമുക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അതുകൊണ്ട് ഇന്ന് മുതൽ ഈ മുഹറത്തിലെ ഒരു പവിത്രമായ നിർദ്ദേശം, അതിന് മുറുകെ പിടിക്കുന്നവർക്കൊക്കെ വലിയ പങ്കുണ്ട്. അത് വിശദമായി ചർച്ച ചെയ്യാൻ ഇപ്പം സമയമില്ല, എല്ലാത്തും വേഗത്തുള്ളത് കൊണ്ടാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനോട് പറയാൻ നിർദ്ദേശമുണ്ട്, പക്ഷെ അതിന് സമയമില്ലാത്തത് കൊണ്ട് ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് ചുരുക്കുന്നത്. അള്ളാഹു ഞാൻ പറഞ്ഞതും നിങ്ങൾ ചെയ്യുന്നതും സ്വാലിഹായവരായ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വളരെയധികം മാനസികമായി വിഷമിക്കുന്ന ഒരുപാട് കുടുംബങ്ങളും ഒരുപാട് ശരീരങ്ങളും ഈ മജ്‌ലിസിലുണ്ട്. നിരന്തരമായി സിഹറുകൾ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ശരീരങ്ങൾ ഈ മജ്‌ലിസിലുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾ ഉയർത്തിയ ദിക്റിന്റെ ഫضل കൊണ്ട് അത്ഭുതകരമായ സലാമത്ത് നൽകണേ റഹ്മാനേ, ശിഫ നൽകണേ റബ്ബേ. മാരകമായ ചികിത്സകളും ടെസ്റ്റുകളും പരിശോധനകളും ഒരുപാട് പറയുന്ന ഒരു രോഗം ഞങ്ങൾ ഒരാളെയും പരീക്ഷിക്കരുതേ അല്ലാഹ്. ജോലി ചെയ്യുന്ന മേഖലകളിൽ ഒരുപാട് ഭാരങ്ങളും പ്രതിസന്ധികളും കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കും സലാമത്ത് തരണേ റഹ്മാനേ. ഞങ്ങളുടെ മക്കൾക്ക് ഖൈറായ വിവാഹകാര്യങ്ങൾ എളുപ്പമാക്കി തരണേ റഹ്മാനേ. ഞങ്ങളുടെ മക്കളും ആൺമക്കളും പെൺമക്കളും വഴിമുട്ടി പോകാതെ മക്കളെ അല്ലാഹ്. ഞങ്ങളുടെ ആൺമക്കൾക്കും പെൺമക്കൾക്കും എല്ലാ പരീക്ഷകളിലും വിജയം അനുഗ്രഹിക്കണേ റഹ്മാനേ, വിജയം അനുഗ്രഹിക്കണേ റഹ്മാനേ. അങ്ങനെ എല്ലാവരുടെ മുറാദുകളും നല്ലോണം മനസ്സിൽ വെച്ചിട്ട് ആമീൻ നല്ല ഇഖ്ലാസോടെ അല്ലാഹുവിനെ ഉത്തരം ചെയ്യണം എന്നാണ് ആമീൻ അറിയും. ആ ഇഖ്ലാസോടെ തന്നെ ആമീൻ എല്ലാവരും പറയണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഖബൂലാക്കി തരുമാറാകട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. خلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد من شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. മുഹറം 1 മുതൽ നമ്മുടെ അഹ്ലുകാരെ ഓതി വരുന്ന വന്നിട്ടുള്ള മുഴുവൻ ഖുർആൻ ഖുർആനുകളുടെ പവിത്രമായ ഈ സദസ്സിൽ മുൻനിർത്തി ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇമാം ഹുസൈൻ അടക്കമുള്ള മഹാരഥന്മാർക്ക് ഹദിയ ചെയ്യും. അല്ലാഹുവേ ഖബൂലാക്കണേ. അതുപോലെ ഈ മജ്‌ലിസിൽ ഹദിയാക്കിയ ലക്ഷക്കണക്കിന് ഫാത്തിഹകൾ ഓതി വന്നവരാണ് നമ്മുടെ അഹ്ലുകാർ. അതുപോലെ ലക്ഷക്കണക്കിന് സ്വലാത്ത്, ഇഖ്ലാസ്, മറ്റ് അമലുകൾ ഗ്രൂപ്പിൽ പറയുന്നത് കൂടാതെ വീണ്ടും ചോദിച്ചു വാങ്ങി മെസ്സേജുകൾ അയച്ചിട്ടും ഫോൺ ചെയ്തിട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് മുഹറമിൽ ഓരോ ദിവസവും ചോദിച്ചു ചെയ്യുന്നവരെന്ന് അതൊക്കെയും അല്ലാഹു ഖബൂലാക്കി തരുവാനാണ്. ഈ സാഹചര്യത്തിലും അല്ലാഹു നമുക്ക് മഹാന്മാരെ കൊണ്ട് സലാമത്തിന്റെ വഴികൾ അല്ലാഹു തരുമാറാകണം. അതെല്ലാം നമ്മുടെ അഹ്ലുകാർ ഓതി വന്നിട്ടുള്ള എല്ലാ അമലുകളെയും ഈ സദസ്സിനെ സാക്ഷി നിർത്തി മഹാരഥന്മാരുടെ മഹനീയ അമർത്തിലേക്ക് ഹദിയ ചെയ്യുകയാണ്. അല്ലാഹു അതിനൊക്കെ ബർക്കത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഖ്ലാസോടെ മനസ്സറിഞ്ഞിട്ട് തന്നെ ആമീൻ പറയും. ഇലാഹനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖാലിഖനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റാസിഖനാ അൽഹംദുലില്ലാഹി റബ്ബിൽ
سيدنا علي بن أبي طالب سيدنا فاطمة الزهراء إلى حضرة ساداتنا أمير المؤمنين إمامين الحسن والحسين إلى جميع أهل بيت رسول الله السادات المدرين شهداء المدرين رضي الله عنهم يا رب العالمين وإلى حضرات الأقطار
مجلس الذكر يا رب العالمين اللهم بارك لنا في مجلس الذكر يا الله أرحم الرحمن يا ملك الجبار يا سيد يا الله ഈ മജ്‌ലിസിലേക്ക് വന്ന ഞങ്ങൾ എല്ലാ ദോഷങ്ങളും പുറത്തു തരണേ ഞങ്ങൾ ഈ സദസ്സിൽ വന്ന കാരണം ഹയാത്തുള്ളവരും മനുഷ്യപരമായ ഞങ്ങളെ മാതാപിതാക്കൾക്കും പുറത്തു തരണേ ഞങ്ങളുടെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെയും ഖബറുകൾ ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് സ്വർഗീയ പൂങ്കാവനങ്ങളാക്കി തരണേ ഞങ്ങൾക്ക് ആഖിറത്ത് നന്നാക്കി തരണേ ഞങ്ങളുടെ ഈമാൻ മഹാന്മാരെ കൽപ്പിക്കുന്ന അമലുകൾ കൊണ്ട് ശുദ്ധിയാക്കി തരണേ ഞങ്ങളുടെ കൽബുകൾ നന്നാക്കി തരണേ ഞങ്ങളുടെ റൂഹിനെ അമലിന്റെ ഫുദ് കൊണ്ട് ഹയാത്താക്കി തരണേ ബാഹുവേ ഞങ്ങളുടെ ഈമാൻ ഭംഗിയാക്കി തരണേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ദിക്ർ കൊണ്ട് ഞങ്ങളുടെ ഈമാൻ എന്നെന്നും വർദ്ധിപ്പിച്ച് തരണേ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് മരണ സമയത്ത് ഞങ്ങളുടെ ആവിൻ തന്ന് സന്തോഷിപ്പിച്ച് തരണേ അല്ലാഹു ബഹുമാനിച്ചത് നിങ്ങൾ തൃപ്തിയോടുകൂടി പുറത്തപ്പം പുറപ്പെട്ടോളി തൃപ്തിയോടുകൂടി നിങ്ങൾ പുറപ്പെട്ടോളി എന്ന് പറയുന്ന അല്ലാഹുവിന്റെ മലക്കുകൾ വിളിച്ചു പറയുന്ന ഒരു ഭാഗ്യം അൽഹംദുലില്ലാഹ് ആ ഭാഗ്യം ഈ സദസ്സിന്റെ ഫضل കൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും തരണേ അനുഗ്രഹിക്കണേ അല്ലാഹ് ഞങ്ങൾക്ക് വരാനിരിക്കുന്ന ഖബർ ഇരുളടഞ്ഞ ഖബറാക്കണമേ അല്ലാഹ് യാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് കരന്റെ നൂറാനിയിൽ കൊണ്ട് പ്രകാശിക്കുന്ന ഖൽബും ഖബറും പടച്ചവനെ മീസാൻ എന്ന ഉല്ലാസിൽ ഞങ്ങൾ ചെയ്ത അമൽ നോക്കുമ്പോൾ കുഞ്ഞുമ്പോ ഓടിച്ചോറിയത്തിൽ ഞങ്ങൾ വന്ന് ചൊല്ലുക സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി ഏറ്റവും ഭാരം തൂങ്ങുന്ന ദിക്റാണ് മുത്ത് ശൈഖുന പ്രകാരം ഞങ്ങൾ ഇവിടെ ചൊല്ലിയത് അത് ഞങ്ങൾക്ക് വലതു ഭാഗത്തിലുള്ള കിതാബുകൾ ഭാരം തൂങ്ങുന്ന അമലാക്കി അനുഗ്രഹിച്ചു തരണേ സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങൾക്ക് വിജയം ലഭിക്കാൻ യാ ഹന്നാൻ യാ മന്നാൻ യാ ദയ്യാൻ യാ സുബ്ഹാൻ യാ ഹന്നാൻ യാ മന്നാൻ യാ ദയ്യാൻ യാ സുബ്ഹാൻ ആമീൻ അല്ലാഹ് ജന്നാത്തുൽ ഫിർദൗസിൽ മഹാരഥന്മാരായ മഹാന്മാരെ പേരിലും ഫാത്തിഹയും യാസീനും മദ്ഹും ഉയർത്തിയ മജ്‌ലിസ 1.25 ലക്ഷം അമ്പിയാക്കളുടെ നേതാവ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതിയ മജ്‌ലിസ അതുപോലെ തന്നെ സ്വർഗ്ഗത്തിൽ 5 മാണിക്യ കൊട്ടാരങ്ങൾ മരതകം പവിഴം തുടങ്ങി വലിയ വലിയ കോണേതങ്ങൾ കൊണ്ട് മുത്തും വൈരവും രക്തവും ഒക്കെ പതിപ്പിച്ച 5 കൊട്ടാരങ്ങളിൽ ഉല്ലസിക്കുന്ന അവരുടെ കൊട്ടാരത്തിൽ 5 കുപ്പയാണ് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഒന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 2 സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്, 3 മുത്ത് സയ്യിദത്തുനാ ഫാത്തിമ റളിയല്ലാഹു അൻഹാ, 4 ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു, 5 ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഈ
പങ്കെടുത്ത ഹാജിമാർ, അതുപോലെ മുതല്ലിമീങ്ങൾ, അതുപോലെ നമ്മൾ ആരും അറിയാത്ത കൽബ് കൊണ്ട് ഒരുപാട് സ്ഥാനത്തെത്തിയ അല്ലാഹുവിലേക്ക് അടുത്ത ശരീരങ്ങളിൽ മജ്‌ലിസിലും അവരും പറയുന്ന ആമീൻ സ്വീകരിച്ച് ഞങ്ങൾക്കെല്ലാം ഖൈറും നൽകണേ, എല്ലാ വിജയങ്ങളും തരണേ റഹ്മാനേ. പടച്ചവനെ ആഫിയത്തിനെ നിലനിർത്തി തരണേ, സ്നേഹത്തിനെ നിലനിർത്തി തരണേ, ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് തരണേ. മാരകമായ ഒരു രോഗങ്ങളും ഞങ്ങൾക്കോ ഞങ്ങളെ പൊന്നുമക്കൾക്കോ തരരുതേ അല്ലാഹ്. ഷുഗർ, പ്രഷർ, ക്യാൻസർ, വൃക്ക സംബന്ധമായി, വാൾവ് സംബന്ധമായി, പിത്തസംഖ്യൽ കല്ല്, കിഡ്നിയിൽ കല്ല്, അങ്ങനെ ഒരുപാട് രോഗങ്ങൾ, മൂത്രാശയ സംബന്ധമായ ഫംഗസുകളും അതുപോലെയുള്ള അണുക്കളും, ഗർഭാശയ പുഴകളും, അതുപോലെ തന്നെ ഗർഭപാത്രങ്ങളിൽ കുമിളകൾ വന്ന് വിഷമിക്കുന്നവരടക്കം ഈ മജ്‌ലിസിൽ കൊണ്ട് വസിയത്ത് ചെയ്ത നമ്മുടെ കുടുംബത്തിൽ ഈ സദസ്സിൽ വന്നിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും അല്ലാഹു എന്ന സർവ്വ രോഗങ്ങളും ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഈ സമയത്ത് ശിഫയാക്കി തരണേ, ശിഫ വിധിക്കണേ. ഈ ഒരു വിഷമം കാണരുതേ, കാണരുതേ. ഇപ്പൊ വന്നിട്ടുള്ളത് ആർക്കാണ്? ഇനി വരാൻ ഒരു തലവേദന വന്ന് കൊണ്ടുപോയി ഡോക്ടറെ കൊണ്ടുപോയി കുറെ മുമ്പ് നോക്കേണ്ടത് തലേൻ്റെ ഉള്ളിൽ മക്കിയാണ് നിൽക്കണം. ഒരു വയറുവേദന വന്ന് ഡോക്ടറെ കാണിച്ചതാ, കൊണ്ടുപോയപ്പോ ഇത് 3-ാം സ്റ്റേജിലാണ്, 4-ാം സ്റ്റേജില്ല. അങ്ങനെ പ്രഷറും ഷുഗറും അങ്ങനെ ഒരുപാട് രോഗങ്ങൾ പെട്ടെന്ന് പുതിയ രോഗങ്ങൾ തന്ന് ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധമുള്ള ഒരാൾക്കും അത്തരത്തിലുള്ള ഒരു രോഗങ്ങളും പടച്ചവരെ പരിപൂർണ ആരോഗ്യത്തോടെ ദീർഘകാലം മഹാന്മാർക്ക് ഖിദ്മത്ത് ചെയ്യാൻ, ദീനിന്റെ അഹ്ലുകാർക്ക് സേവനം ചെയ്യാൻ തൗഫീഖ് നൽകണേ, തൗഫീഖ് നൽകണേ. പിഞ്ചു പൈതമക്കൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരെയും ബാധിച്ചത് അത് ഏത് രോഗമാണ്, അപസ്മാരമാകട്ടെ, ദുശ്ശാഠ്യമാകട്ടെ, മറ്റ് ഏത് തരത്തിലും ഉള്ള രോഗമാവട്ടെ, ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് സലാമത്ത് നൽകണേ അല്ലാഹ്. ഓർമ്മ കുറവുള്ളവർക്ക് ഓർമ്മ ശക്തി നൽകണേ. കണ്ണിന്റെ കാഴ്ച കുറവുള്ളവരുടെ ഞങ്ങളെ കണ്ണിനൊക്കെ കാഴ്ച ശക്തി തരണേ. ഞങ്ങളുടെ തലച്ചോറിന്റെ പവർ ഒരു കാരണവശാലും പടച്ചവനെ നശിച്ചു പോകാതെ, ഓർമ്മയും ബുദ്ധിയും നശിച്ചു പോകാതെ, ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നിലനിർത്തി തരണേ അല്ലാഹ്. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, നിലനിർത്തി തരണേ അല്ലാഹ്. പടച്ചവനെ പെട്ടെന്ന് അറ്റാക്ക് പോലെയുള്ള വിഷമങ്ങൾ വന്നു ശരീരത്തിൽ, ഹാർട്ടിനും നെഞ്ചിലും അത് സംബന്ധമായി ഹാർട്ടിൽ നിന്നും തലച്ചോറിലേക്ക്, ഹാർട്ടിലേക്ക് പോകുന്ന നരമ്പുകളിലൊക്കെ നീരറിയ പലതരത്തിലും വേദന അനുഭവിക്കുന്ന നമ്മുടെ അത്തരത്തിലുള്ള പെട്ടെന്ന് അറ്റാക്ക് വരുന്ന ഒരു രോഗങ്ങളും വരാതെ കാക്കണേ റബ്ബേ.
സിഹ്റ് കൊണ്ടാവട്ടെ, കണ്ണേറാവട്ടെ, മറ്റുള്ളവർ മുടക്കിയതാവട്ടെ, മുടക്കിയത് ആണാവട്ടെ പെണ്ണാവട്ടെ, എല്ലാ തടസ്സങ്ങളും നീക്കി ഞങ്ങളുടെ മക്കൾക്ക് ഹൈറായ വിവാഹ കാര്യങ്ങൾ എളുപ്പമാക്കിയിട്ടുള്ള കച്ചവടത്തിന് തടസ്സം, യാത്രയ്ക്ക് തടസ്സം, ചെയ്യുന്ന ജോലിക്ക് ഭാരങ്ങൾ, അതുപോലെ പല തടസ്സങ്ങളും, ബിസിനസ്സുകളെല്ലാം നഷ്ടപ്പെട്ട് വളരെയധികം വിഷമിക്കുന്നവർ പടച്ചവരെ ഏത് തരത്തിൽ ഞങ്ങൾ അറിയുന്നതും അറിയാത്തതുമായ ശബ്ദങ്ങളുണ്ടെങ്കിലും ഈ മജ്‌ലിസ് ഖബൂൽ ചെയ്ത് സലാമത്ത് നൽകണയാണ്. ജോലി സ്ഥലത്ത് കടലിലാവട്ടെ കരയിലാവട്ടെ ഭദ്രത്തിൽ ചെയ്യണേ. താമസിക്കുന്ന വീട് ശരിയാക്കുക ഒരു കാര്യം അറിയാനും നടക്കുന്നില്ല. താമസിക്കുന്ന വീടിന്റെ ഘടന തെറ്റുകൊണ്ട് പോക്കുവരവിന്റെ ഷർറ്, അങ്ങനെ പലതരത്തിലുള്ള ഷർറ് ബാധിച്ച് കാര്യങ്ങളൊക്കെ മുടക്കപ്പെട്ടവരുണ്ട്. സലാമത്ത് നൽകണേ, സലാമത്ത് നൽകണേ, സലാമത്ത് നൽകണേ. യാത്ര ഉദ്ദേശിക്കുന്നവർ യാത്രയിൽ ബർക്കത്ത് ചെയ്യുന്നവർ ഹൈറായ വഴികൾ ഹൈറായ പടച്ചവരെയുടെ കുഞ്ഞിക്കാലുകൾ വളരെയധികം മോഹിച്ച ശരീരങ്ങളിൽ സദസ്സിലും ഹൈറായ മക്കളും നൽകണേ. ഈ വക കാര്യങ്ങൾക്ക് ചെയ്യാൻ ഈ സാധനം വഴിയൊരുക്കി തന്നു. എനിക്ക് എൻ്റെ അമലുകൾ ചെയ്യുവാൻ ഒരു പ്രശ്നം, ഒരു പരീക്ഷണം വന്നപ്പോ എൻ്റെ ശൈഖ് അവറുകൾ പറഞ്ഞു, നിങ്ങൾ ഒഴിവാക്കിയാൽ ഒരു കുടുംബം നിങ്ങൾ ഏറ്റെടുക്കാനില്ല. അൽഹംദുലില്ലാഹ്, ആ സഹായം എനിക്ക് നൽകിയതിൻ്റെ പേരിൽ ആ കുടുംബത്തെയും അവരെ മക്കളെയും മക്കളെയും ഒക്കെ സമൂഹ മാധ്യമത്തിൽ വളരെയധികം വിഷമപ്പെടുത്തുന്ന രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തിയിട്ടും ഈ സാധുവിനെ അവരെ സംരക്ഷിക്കുന്നു. അൽഹംദുലില്ലാഹ്, അർഹമായ ഗുണങ്ങൾ ഈ ലോകത്ത് നൽകണേ അല്ലാഹ്. ഒരാളെ സിഹ്റ് പഠിപ്പിക്കരുത്, ഒരു ശർറ് പഠിപ്പിക്കരുത് അല്ലാഹ്. സലാമൻ ഖൗലൻ റബ്ബിർ റഹീം, സലാമൻ ഖൗലൻ റബ്ബിർ റഹീം, അവരെ ഹൈറായ ഹലാലായ നിയത്തുകളും ഹസനാക്കി തരണേ. നഷ്ടപ്പെട്ട മുതലുകൾ എത്രയും പെട്ടെന്ന് അവർക്ക് എത്തിച്ചു കൊടുക്കണേ. കുടുംബത്തിന് സമാധാനം കൊടുക്കണേ റബ്ബേ, ഹൃദയങ്ങൾക്ക് സമാധാനം കൊടുക്കണേ റബ്ബേ. അവരുടെ മക്കളെ എല്ലാ പരീക്ഷകളിലും വിജയിപ്പിക്കണേ റബ്ബേ, ഉന്നതിയിലെത്തിക്കണേ റബ്ബേ. പാവപ്പെട്ട എനിക്ക് സൗകര്യം ചെയ്യുന്നതുകൊണ്ട് ദുനിയാവിലോ ഖബറിലോ ആഖിറത്തിലോ ഒരിക്കലും അവരെ പരാജയപ്പെടുത്തരുത് റബ്ബേ. കുടുംബത്തിന് ഖൈർ നൽകണേ റബ്ബേ. വീടില്ലാത്തവരും ഖൈറായ വീട് നൽകി തരണേ റബ്ബേ. നിർമ്മാണം നടക്കുന്ന ഞങ്ങളുടെ വീടുകളുടെ അഹ്ലുകാരുടെ വീടുകൾ പണി പൂർത്തീകരിച്ച് സ്വന്തം ഭവനത്തിന് അല്ലാഹുവിനെ സുജൂദ് ചെയ്യാൻ മോഹിക്കുന്ന ശരീരങ്ങൾക്ക് തൗഫീഖ് തരണേ. അതുപോലെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് കഷ്ടപ്പെട്ടു സലാമത്ത് തരണേ റഹ്മാനേ. പഠിച്ചവനെ ജോലി സംബന്ധമായും കച്ചവട സംബന്ധമായും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. അതുപോലെ മക്കൾ വാപ്പ പറയുന്നത് മകന് പറ്റില്ല, ഉമ്മ പറയുന്നത് മകന് പറ്റില്ല, വാപ്പ പറയുന്നത് ഭാര്യയ്ക്ക് പറ്റൂല, ഭാര്യ പറയുന്നത് ഭർത്താവിന് പറ്റൂല, ജ്യേഷ്ഠൻ പറയുന്നത് അനുജത്തിക്ക് പറ്റൂല, ആങ്ങള പറയുന്നത് പെങ്ങൾക്ക് പറ്റൂല. അങ്ങനെ ഒരുപാട് തർക്കങ്ങളും കാര്യങ്ങളും വ്യാപിച്ച ഒരുപാട് ഷർറ് കൊണ്ട് കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾക്ക് സലാമത്ത് തരണേ അല്ലാഹ്. ബിൽഡിങ്ങിന്റെ കാറെടുത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, കച്ചവടക്കാരുണ്ട്, ദിവസം കൂലി ചെയ്യുന്നവർ, തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നവർ, അങ്ങനെ ഉപജീവന മാർഗം പലവിധ വാഹനങ്ങൾ ഓടിച്ച് ഉപജീവന
അങ്ങനെ പലരും ചെറുതും വലുതുമായ എല്ലാവരും സഹോദരന്മാരും സഹോദരിമാരും ചെയ്യുന്ന എല്ലാ കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ജോലികളിലും വർക്കൊക്കെ ചെയ്യണേ അല്ലാഹ്.